കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചേലക്കര നിയോജക മണ്ഡലത്തിൽ 36,000-നും 37,000-ൻ്റെയും ഇടയിൽ വോട്ട് ഈ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾ എന്തായാലും 60,000 വോട്ട് എത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ബൂത്ത് തല പ്രവർത്തനവും എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ പഞ്ചായത്താണ് ചേലക്കര. കാലങ്ങളായിട്ട് ഞങ്ങൾ അന്തിമഹാകാളങ്കാവ് വലിയ വേലയാണ്. ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് വെടിക്കെട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള മണ്ഡലത്തിൽ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് തരൂർ മണ്ഡലത്തിൽ ഗംഭീര വെടിക്കെട്ട് നടക്കുകയാണ്. ഞങ്ങൾ ഈ മണ്ഡലത്തിൽ സ്വന്തം പഞ്ചായത്തിൽ ഒരു വെടിക്കെട്ട് നടത്താൻ പോലും പറ്റാത്ത ആളാണ് നമ്മുടെ ഇവിടുത്തെ ദേവസ്വം മന്ത്രി. അത് തന്നെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലാണ് ഇന്നുള്ളത്. ഈ സമയത്ത് ചേലക്കര നിയോജക മണ്ഡലത്തിൻ്റെ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് നമുക്കും ചേരുകയാണ്. എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ BJP ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? പേര് കണ്ണൻ. BJPയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് ഇത്തവണത്തെ? BJPയുടെ പ്രവർത്തനം സജീവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ ചേലക്കര മണ്ഡലം പിടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സമയങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJPക്ക് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളും നെയ്യാറ്റിൻകരയിൽ മാത്രമാണ് രാജഗോപാൽ മത്സരിച്ച സമയത്ത് ചെറിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. ഈ സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് BJP പ്രതീക്ഷിക്കുന്നത്? ഇന്ന് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് മാറ്റങ്ങൾ കേരള സമൂഹം ഇന്ന് BJPയെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചേലക്കര നിയോജക മണ്ഡലത്തിൽ 36,000-നും 37,000-ൻ്റെയും ഇടയിൽ വോട്ട് ഈ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾ എന്തായാലും 60,000 വോട്ട് എത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ബൂത്ത് തല പ്രവർത്തനവും എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലൊരു നിയമസഭാ മണ്ഡലം കൂടിയാണ് ചേലക്കര. 1,00,000-ന് മുകളിൽ വോട്ടുകളാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ BJP ഇവിടെ നേടിയെടുത്തത്. ചരിത്രപരമായിട്ടുള്ളൊരു മുന്നേറ്റമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സമയത്ത് BJPയുടെ കൂടുതൽ പ്രതീക്ഷ എന്താണ്? ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിലെ ഭരണം നമുക്കെല്ലാവർക്കും അറിയാം. ചേലക്കരയിൽ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDFൻ്റെ MLA ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ടായ സാഹചര്യം ഇവിടുത്തെ ഒരു ദേവസ്വം മന്ത്രി ആയിട്ടുള്ള ആൾ രാജിവെച്ചിട്ട് ആണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഇന്നത്തെ കേരള രാഷ്ട്രീയം തന്നെ പരിശോധിച്ചാൽ അറിയാം ഇന്നത്തെ LDFൻ്റെ സ്ഥിതി എന്താണെന്ന്. 100% ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഭരണത്തിൻ്റെ എന്താണോ എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയെ ജനം സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ദേവസ്വം മന്ത്രി എന്നുള്ള ഉപരിയായിട്ട് ഇവിടുത്തെ ഒരു MLA എന്നുള്ള നിലയിൽ എന്താണ് ഈ പറയുന്ന K. രാധാകൃഷ്ണൻ്റെ പ്രവർത്തനങ്ങളോട് നിങ്ങളുടെ ഒരു യോജിപ്പും വിയോജിപ്പും എന്ന് പറയാൻ സാധിക്കും? കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു വികാരം ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു ജയം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ 5,000 വോട്ടാണ്, 37,000 വോട്ടോളം ഭൂരിപക്ഷം നേടിയിരുന്ന K. രാധാകൃഷ്ണൻ 5,000 വോട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ തന്നെ ഈ രാധാകൃഷ്ണൻ്റെ നിലവാരം എന്താണ്, അല്ലെങ്കിൽ പൊതുജനം എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? ഇപ്പോൾ ഞങ്ങളെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം മന്ത്രി ഉള്ള ഞങ്ങളുടെ മണ്ഡലമാണ് ഈ ചേലക്കര മണ്ഡലം. ദേവസ്വം മന്ത്രിയുടെ പഞ്ചായത്താണ് ചേലക്കര. കാലങ്ങളായിട്ട് ഞങ്ങൾ അന്തിമഹാകാളങ്കാവ് വലിയ വേലയാണ്. ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് വെടിക്കെട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള മണ്ഡലത്തിൽ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് തരൂർ മണ്ഡലത്തിൽ ഗംഭീര വെടിക്കെട്ട് നടക്കുകയാണ്. ഞങ്ങൾ ഈ മണ്ഡലത്തിൽ സ്വന്തം പഞ്ചായത്തിൽ ഒരു വെടിക്കെട്ട് നടത്താൻ പോലും പറ്റാത്ത ആളാണ് നമ്മുടെ ഇവിടുത്തെ ദേവസ്വം മന്ത്രി. അത് തന്നെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിലെ വികസനം നോക്കിക്കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയാണ്? എന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു കുഗ്രാമത്തിൻ്റെ അവസ്ഥയാണോ? നിങ്ങൾ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നിങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും എന്ത് വികസനമാണ് പുറത്തു പറയാനായിട്ട്. ഒരു വ്യവസായ മേഖലയോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വികസനം എന്ത് കൊണ്ടുവന്നു എന്നുള്ള ഒരു 20 വർഷത്തിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇവിടെ എന്താണ് അതേപോലെ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. വലിയ കൊട്ടിഘോഷിച്ച് പറയുന്നത് ഒരു ചേലക്കര ബസ് സ്റ്റാൻഡ് വന്നു എന്നാണ്. ആ ചേലക്കര ബസ് സ്റ്റാൻഡ് അവസ്ഥ എന്താണെന്നുള്ളത് ഒരു വൈകുന്നേരം 6 മണിക്ക് ശേഷം നോക്കി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അവർക്കും ഒരു വിജയ പ്രതീക്ഷ വെക്കാൻ പറ്റുന്നൊരു സ്ഥലമാണല്ലോ ചേലക്കര. BJP ഇപ്പോഴും 3-ാം സ്ഥാനത്ത് തന്നെയാണ്, അവരാണ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിനെയും മറികടന്നിട്ട് വേണം ഇടതുപക്ഷത്തെ BJP കൂടെ പരാജയപ്പെടുത്താനായിട്ട്. അപ്പോൾ ഈ കോൺഗ്രസിനെ മറികടക്കാൻ ഉള്ളൊരു സാഹചര്യം നിലവിലുണ്ടോ? അങ്ങനെ കോൺഗ്രസിനെ ജനം അംഗീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, കേരള ചരിത്രത്തിൽ തന്നെ മാറിയിട്ട് 5 വർഷം CPM ഭരിച്ചു കഴിഞ്ഞാൽ 5 വർഷം കോൺഗ്രസ് എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ ചേലക്കരയിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇതുവരെ വന്നില്ല? അപ്പോൾ കോൺഗ്രസിനെ ജനം ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അത്. ഭാരതീയ ജനതാ പാർട്ടി 100% വിശ്വസിക്കുന്നു ഈ രണ്ട് മുന്നണി. ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയിരുന്നത് എല്ലാവരും. പക്ഷേ എങ്ങനെയുണ്ടായി? ഈ പറഞ്ഞ കോൺഗ്രസിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് BJP 1-ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അതുതന്നെ ആ ഒരു രീതി തന്നെ ഞങ്ങൾക്ക് ഇവിടെ ആവർത്തിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ BJP ഇവിടെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ആയുധം എന്താണ്? ഒന്ന്, കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം പൊതുജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കും. ചേലക്കര നിയോജക മണ്ഡലത്തിലെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക, ഈ വികസന മുരടിപ്പ് അത് പൊതുജനത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വരും. സുരേഷ് ഗോപി MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഈ ഒരു ഇലക്ഷൻ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹം എത്തുമോ? 100% പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും ഈ ചേലക്കര മണ്ഡലത്തിൽ വരും. കേന്ദ്ര നേതാക്കന്മാർ വരും, സംസ്ഥാന നേതാക്കന്മാർ വരും. ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാർ മുഴുവനും ഞങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ജില്ലാ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേലക്കരയിൽ സുരേഷ് ഗോപിയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ചേലക്കരയിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ആൾക്കാരെ നമുക്കറിയാലോ, കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ചേലക്കര മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലും അതുപോലെ തന്നെ അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയിലാണ്. ഒരു വലിയ വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം അത് ചേലക്കരയിൽ BJPയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. 100%. അതിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കേണ്ടി വരില്ല. 100% ഇവിടെ ഒരു ത്രികോണ മത്സരവും ഇവിടെ കാഴ്ചവെക്കുക. സാധാരണ ഇടതുപക്ഷത്തിന് എതിരായി ഒരു ജനവികാരമുണ്ടെങ്കിൽ അത് UDF എപ്പോഴും സാഹചര്യം ഉണ്ടാക്കാറുണ്ട്, വിജയത്തിലേക്ക് എത്തിക്കാറുണ്ട്. ഇവിടെ UDF മറികടന്നുകൊണ്ട് BJPക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നതിൻ്റെ പ്രധാന കാരണം? അത് ഞങ്ങളുടെ പ്രവർത്തകരുടെയും അതുപോലെ പ്രവർത്തകർ ഇപ്പോൾ താഴത്തെ തട്ടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം കണ്ടാൽ തന്നെ അറിയാം. അതിൽ ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ പ്രവർത്തകരിലുള്ളത്. ഈ പ്രവർത്തകരിലെ ആ ഒരു സാന്നിധ്യം ഇപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രചാരണങ്ങളൊക്കെ വലിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് മറ്റ് മണ്ഡലങ്ങളിൽ അതുപോലെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് എനിക്ക് എൻ്റെ മണ്ഡലത്തിലെ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ മണ്ഡലത്തിൽ എന്തായാലും ശക്തമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് എത്രത്തോളം പിന്തുണ ഇത്തവണ ലഭിക്കുന്നുണ്ട്? 100% ഞങ്ങളെ ഇപ്രാവശ്യം ഇപ്പോൾ പണ്ട് പറയായിരുന്നു ഒരു BJP പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ പാർട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നമുക്ക് ന്യൂനപക്ഷങ്ങൾ വരെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചേലക്കരയിലും ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കും, അതിലൊരു സംശയമില്ല. ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതേപോലെയുള്ള ഇതാണ് ഉണ്ടാവുക. ഇപ്പോൾ സുരേഷ് ഗോപി ഈ ചേലക്കരയിൽ പ്രചരണത്തിന് വരുന്നു എന്ന് പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വരാതിരിക്കാൻ പറ്റില്ല, പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ നിങ്ങളത് കൂടുതൽ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനാണോ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളെ ഫോക്കസ് ചെയ്യാനാണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അദ്ദേഹത്തെ നമുക്ക് പരമാവധി എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഓൾറെഡി ഒരു പ്രാവശ്യം ഞങ്ങളുടെ മണ്ഡലത്തിൽ വന്ന് പോയിട്ടുണ്ട്. ഇനിയും അദ്ദേഹം നിരന്തരം വരും എന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അറിവ്. ഇപ്പോൾ ഈ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രാജ്യവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-12 ദിവസത്തിനിടയിൽ തന്നെ 6 കോടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് BJPയുടെ മെമ്പർഷിപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചേലക്കരയിൽ എത്രത്തോളം ഉണ്ട്? ഞങ്ങൾ 60,000 മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എടുപ്പിക്കണം എന്നുള്ള രീതിയിൽ ഡോർ ടു ഡോർ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൽ നിന്നോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നോ
BJP-യിലേക്ക് മെമ്പർഷിപ്പ് സ്വീകരിച്ച് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? 100%. ഇപ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ 2-3 പ്രോഗ്രാം ഓൾറെഡി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു പ്രോഗ്രാം ചേലക്കോട് ഒരു ഏകദേശം 50ഓളം പ്രവർത്തകർ കുടുംബങ്ങൾ ഞങ്ങളുടെ BJP-യിലേക്ക് വരുന്നുണ്ട്. ഇന്ന് മുരളിയേട്ടനാണ് ഞങ്ങൾ ആ പരിപാടി അംഗത്വം കൊടുക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങളുടെ കൂടെ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്? ഇത് CPM എന്നും കോൺഗ്രസ് എല്ലാത്തിനും ഉണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തുന്നു? അത് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്കറിയാം. ഒരു ന്യൂനപക്ഷ സംവിധാനം ഒരു ഇതുണ്ടാവും ഇവിടെ ചേലക്കരയിൽ. വലിയ പ്രതീക്ഷയിലാണ് മാറ്റം ഉണ്ടാവും. 100%.